ഇന്നത്തെ വീഡിയോ ഒരു കോർണർ സെറ്റിംഗ് ആണ്. ഈ കോർണറിൽ നമ്മൾ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ ഒരു കോർണർ ഗാർഡൻ സെറ്റ് ചെയ്യാണ്. ഈ ട്രോപ്പിക്കൽ ഗാർഡന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വലിയ പ്ലാന്റ്സ് ഉണ്ടാവണം. ഇവിടെ വലിയ പ്ലാന്റ്സിനായി നമുക്ക് ഈ അരീക്ക പാം ഉണ്ട്. ഇതല്ലെങ്കിൽ പ്ലുമേരിയ പോലെ നല്ല വലുതായി വരുന്ന പ്ലാന്റ്സ് വേണം ബാക്ക്ഗ്രൗണ്ടിൽ. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ചെറിയ ചെറിയ ചെടികളെ വെച്ചിട്ട് ഒരു ജംഗിൾ ഫീൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കയ്യിലുള്ള ചെടികൾ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾക്കിതിൻ്റെ ചുറ്റും ക്ലീൻ ചെയ്യണം. ഇതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിനൊക്കെ ഹൈറ്റ് അനുസരിച്ചും അതിൻ്റെ കളർ തീം അനുസരിച്ചും ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല കളറുള്ള ചെടികൾ വേണം. ലീഫിൻ്റെ പാറ്റേൺ ഡിഫറെൻ്റ് ആവണം. അപ്പോഴേ അതിനൊരു ഭംഗി വരുള്ളൂ. നല്ല ഹൈറ്റുള്ള ചെടികൾ വേണം, അതേപോലെ ചെറിയ ചെടികൾ വേണം, ഫ്രണ്ടിലേക്കൊക്കെ ചെറിയ ചെടികളും വേണം. അപ്പോൾ ആദ്യം നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കുറേശ്ശെ ഗ്യാപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസും അതേപോലെ ഇതിൻ്റെ പൂക്കുലകൾ വന്നതും അടിയിൽ വന്ന ഇങ്ങനത്തെ ലീഫൊക്കെ കട്ട് ചെയ്ത് കളയണം. എന്നാലേ അവിടെ നമുക്ക് വേറെ ചെടികൾ വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടുള്ളൂ. ഈ ചട്ടിയൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. എപ്പോഴും ഇതിൻ്റെ പിന്നിലൊരു വാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ മതിലുണ്ട് ഇതിൻ്റെ ബാക്കിൽ. അതിൻ്റെ ഫ്രണ്ടിൽ ആയിട്ട് വലിയ ചെടി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ചട്ടികൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും ഈ ഒരു കോർണറാണ് സെറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് വെച്ച് നോക്കാം. എത്ര ഉണ്ട് സക്സസ് ആവും എന്നുള്ളത് അറിയില്ല. അത് വയ്ക്കുമ്പോഴേ അറിയുള്ളൂ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി നമുക്ക് ട്രൈ ചെയ്യേണ്ടി വരും. ഏതായാലും നോക്കാം. ഇതിൻ്റെ ബാക്കിലേക്ക് ചെടി വെക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൾറെഡി 2 എണ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ആ കോർണറിൽ നല്ല ഹ്യൂജായിട്ടുള്ളൊരു ഫേൺ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഫേണാണ്. ഇതിനെ വളരെ ഈസിയാണ് വളർത്താൻ. പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ല. നല്ല വെള്ളം കൊടുക്കണമെന്നേ ഉള്ളൂ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ സെറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ആ ഒരു കോർണറിൽ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ അതിനെ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു തെങ്ങിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അത് കൊണ്ടുവന്ന് വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് അതിനെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ബാക്കിലേക്കായിട്ട് 2-3 പോട്ട്സ് വെച്ചിട്ടുണ്ട്. ഒന്നിൽ ഫിലഡെൻഡ്രോൺ നിയോണാണ്. കണ്ടോ, ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയായി ഈ ഫ്ലൂറസൻ ഗ്രീൻ കളറ്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തിരക്കി വെച്ചിട്ട് ലീഫിലൊക്കെ സ്ക്രാച്ച് വീണു. ഇത് കെയർ വളരെ ഈസിയുള്ളൊരു ചെടിയാണ്. പ്രത്യേകിച്ച് അതിന് കെയറൊന്നും ആവശ്യമില്ല. നന്നായി നനച്ചു കൊടുക്കുക, ഇടയ്ക്കൊന്ന് ഫെർട്ടിലൈസ് ചെയ്യുക, അതേപോലെ നല്ല വെള്ളം നനവും വേണം. അങ്ങനെയാണ് അപ്പോൾ ഫാസ്റ്റായിട്ട് വളർന്നോളും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ 2 ഡിഫൻബാക്കിയ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെം ഇങ്ങനെ നീണ്ടുപോയിട്ട് തട്ടിപ്പിൽ മാത്രം ഇലയിട്ട് അത് അത്ര വലിയ ഭംഗിയില്ല. അപ്പോൾ അത് ബാക്കിൽ വെക്കുമ്പോൾ അതിൻ്റെ ആ ലീഫ് മാത്രം ഉയർന്ന് കാണാണ്ട് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അതിനെ ഭംഗിയാണ്. അല്ലെങ്കിൽ പിന്നെ അതിനെ പ്രൂൺ ചെയ്ത് ബുഷിയൊക്കെ ആക്കണം. അപ്പോൾ അത് വളർന്നു വരാൻ കൂടുതൽ ടൈം എടുക്കില്ലേ. ഇപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ ഹൈറ്റിൽ അതിൻ്റെ ലീഫ് കാണാണ്ട് ബാക്കിൽ വെച്ചപ്പോൾ അതിൻ്റെ സ്റ്റെം കാണാനുമില്ല. ഇനി നമുക്ക് ഫ്രണ്ടിലൊക്കെ ഏതൊക്കെ ചെടികളാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇനി വെക്കാൻ പോകുന്നത് ഈ ഡിഫൻബാക്കിയാണ്. ഇതിന് നല്ല വലിയ ലീഫാണ്. കണ്ടോ, അത്യാവശ്യം വലിയ ചെടിയാണ്. ഇതിൻ്റെ ഈ തലപ്പിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. കാരണം ഇതിൻ്റെ ഈ സ്റ്റെം ഇങ്ങനെ ഹൈറ്റിൽ വന്ന കാരണം കൊണ്ട് അടിഭാഗം കാണുമ്പോൾ ഒരു ഭംഗി കുറവാണ്. അപ്പോൾ ഇതിനെ നമ്മൾ അരീക്ക പാമിൻ്റെ ഇടയിലൊരു സ്പേസ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെയാണ് വെക്കാൻ പോകുന്നത്. നോക്കി നോക്കാം. ലീഫൊന്നും ഡാമേജ് ആവാണ്ട് ശ്രദ്ധിച്ച് വേണം നമുക്ക് വെക്കാൻ. കണ്ടോ, ഇപ്പോൾ ഇത് അവിടെ നട്ട ഒരു ചെടി പോലെ ഇല്ലേ, നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് ഈ സൈഡ് കവർ ചെയ്യണം. അതിന് നല്ല ഹൈറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പീസ് ലില്ലി ഏറ്റവും ബാക്കിൽ വെച്ച് നോക്കാം. കണ്ടോ, അതവിടെ സീറ്റിംഗ് ആയി. പീസ് ലില്ലിയിൽ അടുത്ത പൂവ് വരുന്നുണ്ട്. നല്ല ഗ്രീൻ ലീഫും ഉണ്ട്, വൈറ്റ് ഫ്ലവറും ഉണ്ട്. അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ അലോക്കേഷ്യ പ്ലാന്റ് ആണ്. ഇതെൻ്റെ അടുത്ത് ഭംഗിയായി ഇരിക്കാറേ ഉണ്ടായിരുന്നില്ല. അവസാനം ഞാനിതിനെ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് മാറ്റി അവിടെ നന്നായി നനയ്ക്കാൻ തുടങ്ങി. വലിയ ബോർവെല്ലിൻ്റെ വലിയ പൈപ്പ് വെച്ച് വെള്ളം നന്നായി അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് വീണ്ടും മുളച്ചു വന്നതാണ്. അപ്പോൾ നമ്മളിതിനെ വളരെ കുറച്ച് വെള്ളം കൊടുത്തൊരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ ഈ കോർണറിലാണ് സെറ്റ് ചെയ്യണത്. ഇവിടെ ഈ ഗ്യാപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചട്ടി കാണൂല്ല. അപ്പോൾ അതവിടെ സീറ്റിംഗ് ആയി. അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ആസ്പെരാഗസ് ഫേൺ അല്ലെങ്കിൽ ഫോക്സ് ടെയിൽ ഫേൺ എന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റ് ആണ്. ഇത് ശരിക്കും ഫേണിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടൊരു പ്ലാന്റ് അല്ല. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്.
ഇതറിയാവുന്നവർ എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ശരിക്കും ഫേൺസൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുക, അതിൻ്റെ അടിയിലിങ്ങനെ നമുക്ക് തൈകൾ റണ്ണേഴ്സിൽ നിന്ന് തൈകൾ മുളച്ച് കിട്ടും. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ കിഴങ്ങ് പോലെ, ഉരുളക്കിഴങ്ങ് പോലെ ചെറിയ ചെറിയ വിത്തോ എന്താ അതിന് പറയാറില്ല, അങ്ങനത്തെ സംഭവങ്ങൾ കാണാം. അത് എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളുടെ ആ കോർണർ സെറ്റായി. ഇവിടെ നിന്ന് ഈ കാണുന്ന ആ കല്ലും വൃത്തികേടൊന്നും ഇപ്പോൾ കാണാനില്ല. ചട്ടി കുറേശ്ശെ കാണാണ്ടെന്നേ ഉള്ളൂ. അത് സാരമില്ല, അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ചെടികളെ വെച്ച് നോക്കാം. പലപ്പോഴും ഈ ചെടികളെ വെച്ചാലും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും. ഇത് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി അല്ലാതെ അപ്പുറത്തേക്ക് മാറ്റിയാലാണ് ഭംഗി തോന്നും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റലിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ചെയ്യലും വീഡിയോ എടുക്കലും കൂടെ ആകുമ്പോൾ മറ്റ് നമ്മൾ കെയർ വീഡിയോ എടുക്കണ പോലെ അല്ല ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ പെർഫെക്ഷൻ എത്ര കിട്ടുമെന്നും അറിയില്ല. ഏതായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്നതാ ഈ പ്ലാന്റാണ്. ഇതൊരു കലാത്തിയുടെ ഒരു നാടൻ വെറൈറ്റിയാണ്. ഇതൊന്നും അത്ര പെട്ടെന്ന് നാശമായി പോണ ചെടിയല്ല. നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. ലീഫിലൊക്കെ നല്ല പാറ്റേണും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് നല്ല ഭംഗിയായിട്ട് കാണും. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കോർണറിൽ ഈ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റിനെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ചെറിയ ചട്ടിയാവുകൊണ്ട് പിന്നെ അതിന് ആ ഗ്യാപ്പാണ് ഫില്ലാവുകയും ചെയ്യും. അവിടെ അങ്ങനെ ഭംഗിയായിട്ടിരുന്നോളും. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഈ ഫിലഡെൻഡ്രോൺ പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വലിയ ലീഫ് ഉണ്ടാവും, നല്ല വലിയ ചെടിയാവും. ഇത് നമ്മൾ ഇൻഡോറായി സെറ്റ് ചെയ്യണേക്കാൾ വളരെ ഈസിയാണ് ഇത് പുറത്ത് വയ്ക്കുമ്പോൾ. ഇതിൻ്റെ നോക്കൂ, ഈ ലീഫ് സ്റ്റോക്കൊക്കെ നല്ല മുന്തിരി കളറും ലീഫ് നല്ല ബ്രൗൺ കളറുമാണ്. അപ്പോൾ ഇതിന് ഒരു കോൺട്രാസ്റ്റ് കളറ് കിട്ടും ഇവിടെ വയ്ക്കുമ്പോൾ. കണ്ടോ, ഒന്ന് ചെരിച്ച് നമുക്ക് വെക്കാം. അപ്പോൾ ആ ഭാഗവും ഫില്ലായി. അടുത്തത് ഈ ഫിലഡെൻഡ്രോൺ സെല്ലം ഗോൾഡാണ്. ഇതെൻ്റെ പ്ലാന്റ് സ്റ്റാൻഡിൽ നല്ല ഭംഗിയായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പ്ലാന്റിന് ആ സ്ഥലം ഇഷ്ടമായില്ല തോന്നുന്നുണ്ട്. അത് പതുക്കെ ഇതിൻ്റെ ഭംഗി കുറഞ്ഞു വന്നു. അപ്പോൾ ഞാനതെടുത്ത് പുറത്തിട്ടു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചു. അതിനാ നല്ല പോട്ടെന്നൊക്കെ എടുത്ത് മരത്തിൻ്റെ ചുവട്ടിലേക്ക് വെച്ച് നന്നായി നനയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ആ മെയിൻ പ്ലാന്റ് ഉണ്ടോ, ഭംഗിയില്ലാതെ പ്ലാന്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു. പുതിയത് ചെടി അടിയിൽ നിന്ന് മുളച്ച് വരുന്നുണ്ട്. ഇനി എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ. അത് വലുതായി കഴിഞ്ഞാൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതിൻ്റെ ഇടയിൽ കൂടെ ആ നിയോൺ കളറും കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതിനെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റോഡ് സൈഡിൽ വെള്ളം പോണ ചാലിൽ മുളച്ച് നിന്നിരുന്നൊരു ചെടിയാണ്. അവിടെ നിന്ന് പറിച്ചെടുത്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഈ ചട്ടിയിൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട്. ഇതിനെ നമുക്കതിൻ്റെ ഇടയിൽ വെച്ച് നോക്കാം. ആ ഗ്യാപ്പിൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് കാണുന്നില്ല, എന്നാലും ഈ ലീഫ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഇവിടെ ഒന്നും ലീഫില്ലാത്തതുകൊണ്ട് ഈ 2 ലീഫല്ലേ ഭംഗിയായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ലീഫ് മാത്രം പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ഈ പാമ്പിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊന്ന് വെച്ച് നോക്കാം. അടുത്തത് സെറ്റ് ചെയ്യാൻ പോണത് ഈ കലാത്തിയ സെബ്രീന പ്ലാന്റാണ്. ഈ പ്ലാന്റിനാകെയുള്ള പ്രശ്നം എന്താ അറിയോ, നമ്മളെങ്ങനെ ഭംഗിയായിട്ട് വെച്ചാലും ഇതിനൊരു ചുരുള്ളൽ വരും. വേനൽക്കാലത്ത് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ ചുരുണ്ട് കൂടി വൃത്തിയില്ലാണ്ടാവും. അതിനാകെ ഉള്ളൊരു വഴി എന്താ അറിയോ, നന്നായി നനയ്ക്കുക. ഇതിനൊരുപാട് വെള്ളം വേണം, നമ്മൾ വിചാരിക്കണ പോലെയല്ല. നല്ല നനവുള്ള മണ്ണാണെങ്കിലാണ് ആ ഇല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. അതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്, കണ്ടോ എന്തൊരു ഭംഗിയാണ്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് ഭംഗി പോവുകയും ചെയ്യും. ആകെ ചെയ്യുമ്പോൾ നന്നായി നനച്ചു കൊടുക്കുക, നല്ല ഷെയ്ഡിലും വയ്ക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പർപ്പിൾ ഹാർട്ടാണ്. നല്ല വയലറ്റ് കളറ് ലീഫ് ഇതിനുണ്ട്. അതേമാതിരി ഇതിലൊരു ലൈറ്റ് വയലറ്റ് ആയിട്ടുള്ളൊരു പൂവും ഉണ്ടാവും. എന്തായാലും ഇതിനെ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ചുറ്റും ബ്രിക്ക് കൊണ്ടൊരു ചെറിയ കെട്ട് വെക്കാനാണ്. ഈ പെരിനിയൽ പീനട്ട് പ്ലാന്റ് അതിൻ്റെ ഇടയിലേക്ക് കയറി മറിയാണ്ടിരിക്കാൻ അവിടെ ഒരു തടവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെറ്റിങ് കഴിഞ്ഞു. അതാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ആ ചെടികൾക്കൊക്കെ ധാരാളം വെള്ളം വേണം. അതേപോലെ അവർക്ക് നല്ല ചൂടും അവർ ടോളറേറ്റ് ചെയ്യും. പക്ഷെ അതേപോലെ നനവ് വേണം, വെയിൽ ഒരുപാട് വേണ്ടതാനും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെയിൽ ഒരുപാട് കിട്ടില്ല, ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പല കളറുള്ള ചെടികൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ പല ഹൈറ്റിലുള്ളതും. അപ്പോൾ നമ്മൾ ആ വെക്കുമ്പോൾ ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ അതിനാ ഒരു എന്താണ് അവിടെ കോമ്പാക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് നല്ലൊരു എലിഗൻറ്റ് ലുക്ക് വരും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക.
ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ വീഡിയോയിൽ അത് എത്ര ഉണ്ട് ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും ഇത് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോർണർ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് കണ്ടിന്യൂവേഷനായിട്ട് ഒരു ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. ഇപ്പോൾ കണ്ടോ, ഇവിടെ ലോണിന് പകരം നമ്മുടെ ഈ പെരിനിയൽ പീനട്ട് പ്ലാന്റ് ആണ്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടത് നല്ല ഭംഗിയാണ്. ബോർഡറിൽ പെൻഡാനസ് പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ കൂടെ ചെമ്പരത്തി ചെടികളുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയയാണ്. അപ്പുറത്തെ സൈഡിൽ ഞാൻ വേറെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇനി മാസത്തിൽ ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം 3-4 മാസമായി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. എല്ലാ ആഴ്ചയും ഷോർട്ട് വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. മെസ്സേജായിട്ടും വിളിച്ചിട്ടും അതേപോലെ കമൻറ്റ് രൂപത്തിലുമൊക്കെ ചോദിക്കാറുണ്ട്. കുറച്ച് ബിസിയായിപ്പോയി. വീഡിയോഗ്രാഫറും ബിസിയാണ്, ഞാനും ബിസിയാണ്. അപ്പോൾ ഇനി മാസത്തിൽ ഒരെണ്ണെങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.